നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം എങ്ങോട്ട് തിരിയും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ് ഒരു UDF തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. മറുസൈഡ് നമ്മൾ നോക്കുമ്പോൾ LDFിൽ നിന്ന് അവർ കരുത്തന്മാരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ PR വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് BJPയും അതിശക്തമായി മുന്നേറുന്നുണ്ട്. നരേന്ദ്രമോദിയും വന്നിട്ട് പോയി, ഇനിയും വരും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് തരത്തിൽ തിരിയും? എനിക്കിപ്പോൾ തോന്നുന്നത് UDF തന്നെ വരുമെന്നുള്ളതാണ്. അവർക്ക് UDFന് തനിയെ ഭൂരിപക്ഷം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർക്കൊരു 78 മുതൽ 90 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. LDFന് ഒരു 45 മുതൽ 55 വരെ, BJPക്ക് ഒരു 2 മുതൽ 10 വരെ സീറ്റ്. 10 വരെ പോകും. 10 വരെ പോകാം, മാക്സിമം ആണ്. ഒന്നും ഇല്ലാതിരിക്കത്തില്ല. ഇല്ല, അങ്ങനെ വരത്തില്ല. അവർക്ക് നിയമവും പാലക്കാടും ഏകദേശം ഉറപ്പാണ്. നിയമം ഉറപ്പിക്കാൻ പറ്റുമോ അങ്ങനെ? ഒന്നാമത് ഈ ഭരണവിരുദ്ധ വികാരം, രണ്ടാമത് ഈ SIR 37,000 മറ്റോ വെട്ടിയിട്ടുണ്ട് പേര്. അതൊക്കെ കൂടുതൽ LDF വോട്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ. അല്ല, അവിടെ ശിവൻകുട്ടി മത്സരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു സംശയം. ശിവൻകുട്ടിക്ക് നല്ല ജനകീയനൊക്കെയാണ്, എന്നാലും ജയിക്കും ഈ BJP സ്ഥാനാർത്ഥിയെ. ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ശിവൻകുട്ടിക്ക് അവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ കിട്ടും. ബാക്കിയുള്ളിടത്തൊക്കെ തിരിച്ചാണെങ്കിലും ശിവൻകുട്ടിക്ക് കിട്ടും. അങ്ങനെ പുള്ളി ആ വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖരന് വലിയ അപകടം ഉണ്ടാക്കാൻ പോകുന്നല്ലേ. അതെ, എന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട് ഈ വോട്ട് വെട്ടിയത് കൊണ്ടേ. പിന്നെ ശിവൻകുട്ടിക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാൻ പോലുള്ള ബന്ധമുണ്ട്. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് ഇത്രയും വോട്ടെങ്കിലും കിട്ടുന്നത്. ഈ കേരളത്തില് ഇപ്പൊ UDFന്റെ ഒരു തരംഗം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും ഉത്തര കേരളത്തിൽ നിന്നാണോ അതോ എല്ലായിടത്തും UDFന് തരംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ തൂത്തുവാരുമെന്നല്ല, തൂത്തുവാരുന്ന ഒരു തരംഗം മലപ്പുറം, പിന്നെ മലപ്പുറത്ത് മാത്രമേ അങ്ങനെ വരൂ. മലപ്പുറത്ത് ലീഗിന് എനിക്ക് തോന്നുന്നു അവിടുത്തെ അവരുടെ 16 കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളിടങ്ങളിലും ലീഗ് ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ, തിരുവനന്തപുരത്തും പുനലൂരും ഒക്കെ മത്സരിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും UDFനുള്ള സീറ്റ് കൂടും. തിരുവനന്തപുരത്ത് ഒരു സീറ്റാണ് UDF ഉള്ളത് ഇപ്പോൾ നിലവിലുള്ള കോവളം. അതൊരു 4 സീറ്റെങ്കിലും കിട്ടും. 4 മടങ്ങായില്ലേ. കൊല്ലത്ത് ഇപ്പം സിറ്റിംഗ് 2 സീറ്റാണ് ഉള്ളത്. അത് കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും. അത് ഇപ്പോൾ ഈ തവണ ഒരു 4 or 5 ഒക്കെ ആവും. പത്തനംതിട്ടയിൽ നിലവിൽ ഒന്നുമില്ല. അതൊരു 2 or 3 സീറ്റ് കിട്ടും. 5-ലെ 3 കിട്ടും. ഒന്നുമില്ലാതെ 3 വരികയല്ലേ, പുരോഗതിയാണ്. ആലപ്പുഴയിലെ 9-ൽ 2 സീറ്റാണ് ഉള്ളത്. അല്ല, 1 സീറ്റ്. 9-ൽ 1 ഉള്ളൂ. ഹരിപ്പാട് മാത്രം. അതൊരു 4 or 5 വരെ വെക്കും. 4 എണ്ണം കിട്ടും. പിന്നെ കോട്ടയത്ത് മിക്കവാറും അതുപോലൊക്കെ തന്നെ നിൽക്കും. 4 UDF 5 LDF ആണ്. അങ്ങനെയാണ് നിലവിൽ. ചിലപ്പോൾ 5 UDF 4 LDF ആയിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ 6 UDF കിട്ടിയെന്ന് വരാം, 3 LDF. അവിടെ ഒരു പൂഞ്ഞാറിൽ ചിലപ്പോൾ PC ജോർജ് വിജയിക്കാൻ സാധ്യതയുണ്ട്. PC ജോർജ് വിജയിക്കാൻ സാധ്യത, ഉറപ്പ് 100% പറയാൻ പറ്റത്തില്ല. പിന്നെ ഇടുക്കിയിൽ ഇപ്പോൾ UDFന് 1 സീറ്റേ ഉള്ളൂ. അത് ചിലപ്പോൾ 3 ആകും. അപ്പൊ റോഷി അഗസ്റ്റിനെ പോലുള്ളവർ പരാജയപ്പെടും. റോഷി അഗസ്റ്റിനും പരാജയപ്പെടാനുള്ള വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ഈ ഒരു പ്രവചനത്തിന് അതീതമായിട്ട് കൂട്ടുന്നു. എറണാകുളത്തേക്ക് വന്നാൽ ഇപ്പോൾ പണ്ടേ 14-ൽ 9 ഉണ്ട്. അതൊരു ഇത്തവണ 11 ആവും. ചിലപ്പോൾ 14 കിട്ടിയെന്ന് വരാം. തൃശ്ശൂരിലേക്ക് പോയാലേ ഇപ്പം സിറ്റിംഗ് 1 സീറ്റേ ഉള്ളൂ UDF. അതൊരു 4 or 5 വരെ കൂടാം.
സിറ്റിംഗ് വന്ന് നിൽക്കുന്നത് ഗുരുവായൂരല്ല, ചാലക്കുടി. ആ, അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ആ. അതിന് പുറമെ വടക്കാഞ്ചേരി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വടക്കാഞ്ചേരി കൂടാതെ ജയിക്കാനുള്ളത് തൃശ്ശൂർ സാധ്യതയുണ്ട്. സാധ്യത ഉറപ്പില്ല. തൃശ്ശൂർ ചിലപ്പോൾ BJP ജയിച്ചെന്നും വരാം. പിന്നെ ഉള്ളത് തൃശ്ശൂരിൽ നിന്നും ഒല്ലൂർ സീറ്റ്. ഒല്ലൂര് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തേക്ക്, പിന്നെ പാലക്കാടാണ്. പാലക്കാടിൽ ഇപ്പോൾ സിറ്റിംഗ് 2 ഉള്ളൂ 12. അതൊരു 4 ആവും. 4 ആകത്തുള്ളൂ. 4 5 ആവും. എന്നാൽ ഇരട്ടിയല്ലേ 4 തന്നെ. അതെ, ഇപ്പൊ എല്ലായിടത്തും ഇരട്ടിയായ ഭരണമാകുകയല്ലേ. 42 ഉണ്ട്, ഇരട്ടിയായാലും 84 ആവത്തില്ല. 84 അത് പിന്നെ ഈ എറണാകുളത്തൊന്നും ഇരട്ടിയാകാൻ ഒക്കുകയില്ല. കാരണം ഇപ്പൊ തന്നെ എറണാകുളം എപ്പോഴും അവർക്കൊരു 14 ഉണ്ട്. മലപ്പുറത്താണെങ്കിൽ 16 13 ഉണ്ട്. അതിനിപ്പോ ഇരട്ടിയാകാൻ ഒക്കത്തില്ല. 16 അത് 16 നേടാനുള്ള സാധ്യത 16 നേടും. അത് ലീഗിന്റെ ഒരു അധ്വാനം. ലീഗിന്റെ ആണ് മെയിൻ ആയിട്ട് സംഭാവന. പിന്നെ വന്നിട്ട് കോഴിക്കോട് സിറ്റിംഗ് UDFന് 2 ഉള്ളൂ 13. അതൊരു 8 സീറ്റെങ്കിലും ആവും. അതിനിടയ്ക്ക് വിട്ടുപോയി വയനാട്. വയനാട് 3 സീറ്റാ ഉള്ളത്. ഇപ്പൊ 2 UDF ഒരു LDF ആണ്. അത് 3 UDF ആവും. ഇനിയിപ്പോ എന്നിട്ട് നമ്മള് കണ്ണൂരിലേക്ക് പോയാൽ ഇപ്പൊ സിറ്റിംഗ് 11 2 സീറ്റാണ് UDF, 9 LDF. അത് 2 എന്നുള്ളത് 5 എണ്ണം UDF കിട്ടും, 6 എണ്ണം LDF. അവിടെ പുരോഗതിയാണ്. പിന്നെ കാസർഗോഡ് 5 2 UDFും 3 LDFും ആണ്. അത് അവിടെ പിന്നെ UDF ചിലപ്പോൾ നേട്ടം ഉണ്ടാവത്തില്ല. അവിടെ മഞ്ചേശ്വരം സീറ്റ് മുസ്ലിം ലീഗിനും പോകാം, BJPക്കും പോകാം. ഈക്വൽ ചാൻസാണ് ഞാൻ കാണുന്നത്. അവിടെ BJP ജയിക്കേണ്ടതാണ്. പക്ഷേ ഈ മുസ്ലിങ്ങളെ ഒന്നടങ്കം പാർട്ടി നോക്കാതെ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യും. അങ്ങനെ BJPയെ തോൽപ്പിക്കും. അങ്ങനെയാണ്. അത് 82 ഇലക്ഷൻ, 82 മുതൽ ഈ സംഭവിക്കുന്നതാണ്. എത്ര കൊല്ലമായി? 34 കൊല്ലമായി. ഒരു തവണ വെറും നിസ്സാര വോട്ടുകൾക്കല്ലേ തോറ്റത്. 89 വോട്ടിനാണ് K സുരേന്ദ്രൻ തോറ്റത് 2014. എനിക്ക് തോന്നുന്നു K സുരേന്ദ്രന് അന്നേ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നിൽക്കണമായിരുന്നു. കഴിഞ്ഞ തവണ കോന്നി പോവാതെ ഇവിടെ ജയിച്ചു പോയത്. കഴിഞ്ഞ തവണ 1000 താഴെ തോറ്റത്. ഇത് വലിയ എന്തോ കേരളം മുഴുവൻ പിടിച്ചെടുത്തു എന്നുള്ള മട്ടിലാണ് കോന്നിയിലും മഞ്ചേശ്വരത്തും ഹെലികോപ്റ്ററിൽ. സാധാരണ 2 സീറ്റിലൊക്കെ നിൽക്കുന്നത് വലിയ നേതാക്കളല്ലേ. മോദിയൊക്കെ അങ്ങനെ നിന്ന്. മോദി ഇപ്പം 2 നിൽക്കുന്നില്ല. കാരണം ഇപ്പോ വാജ്പേയി ഉണ്ടായിരുന്ന കാലത്ത് വാജ്പേയി 2 സീറ്റിലൊക്കെ നിന്നിട്ടുണ്ട്. അദ്വാനി നിന്നിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ നിന്നിട്ടില്ല. കേരളത്തിൽ നിന്നിട്ടുണ്ട്. ഒരിക്കൽ കരുണാകരൻ 2 സീറ്റ്, മാളയിലും നേമത്തും നിന്നു. 2 സീറ്റിൽ ജയിച്ചിട്ട് നേമൻ രാജിവെച്ചു. അങ്ങനെ പിന്നെ ബൈ-ഇലക്ഷൻ വന്നപ്പോ CPM ജയിച്ചു. അത് BJ തങ്കപ്പനായിരുന്നെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അപ്പൊ എന്തായാലും UDFനാണ് ഇപ്പോഴത്തെ സാഹചര്യം. സാധ്യത അങ്ങനെ തന്നെയാണ്. ഒരു 78-നും 90-നും ഇടയ്ക്ക്. എത്ര താന്നു പോയാലും 78 കിട്ടും. കൂടിയാൽ 90. ഇവര് പറയുന്ന പോലെ 100 110 ഒന്നും കിട്ടുകയില്ല. പാലക്കാട് ചിലപ്പോൾ BJP ജയിക്കും. ശോഭാ സുരേന്ദ്രനാണ്. അത് നമുക്ക് BJPയുടെ മാത്രമായിട്ട് നമുക്കൊന്ന് മറ്റൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പം BJP ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാവുന്നത് ഈ പാലക്കാട്. അല്ല, അത് നമുക്ക് മറ്റൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് UDFന്റെ സാധ്യത 78 90 നിൽക്കുന്നത്. ഒരു തരംഗം വന്നാൽ ചിലപ്പോൾ 110 വരെ പോകാം. ഇപ്പൊ പറയാൻ പറ്റത്തില്ല, സ്ഥാനാർത്ഥികളായിട്ട് പോലും ഇല്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.